വേ ടു വേ ടെലിവിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും രുചിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് 2 വെജിറ്റബിൾ കൊണ്ടുണ്ടാക്കുന്ന വ്യത്യസ്തമായ 2 ഡിഷസാണ് പരിചയപ്പെടുത്തുന്നത്. കോവയ്ക്ക എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായി കിട്ടുന്ന ഒരു വെജിറ്റബിളാണ് കോവയ്ക്ക. പ്രത്യേകിച്ച് ഒരു പരിചരണവും ഇല്ലാതെ നട്ടു വളർത്താൻ പറ്റുന്ന ഒന്നാണ് കോവയ്ക്ക. അപ്പോൾ അതിൻ്റെ ഗുണഗണങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തീർച്ചയായിട്ടും അത് കഴിക്കും, ഉണ്ടാക്കുകയും ചെയ്യും. സാധാരണ നമ്മൾ കോവയ്ക്ക കൊണ്ട് ഉണ്ടാക്കാറുള്ളത് കോവയ്ക്ക തീയൽ ചെയ്യാറുണ്ട്, അതേപോലെ മെഴുക്ക് വരട്ടി അല്ലെങ്കിൽ തേങ്ങയൊക്കെ ചേർത്ത് തോരനൊക്കെയാണ് നമ്മൾ ഉള്ളത്. അപ്പോൾ വ്യത്യസ്തമായി ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒന്ന് കോവയ്ക്ക ആലു സബ്ജി. ഇപ്പോൾ നമ്മൾ കോവയ്ക്കയും പൊട്ടറ്റോയും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ വളരെ നല്ലതാണ്. മറ്റൊന്ന് നമ്മൾ അതേപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്, പൊട്ടറ്റോ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്, ആലു പൊട്ടറ്റോ ഫ്രൈ മസാല. അപ്പോൾ 2 വ്യത്യസ്തമായ വിഭവങ്ങളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിനാവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോവയ്ക്കയാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് സവാള വേണം, വറ്റൽമുളക്, കറിവേപ്പില, മല്ലിയില, ഉപ്പ്. അപ്പം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എല്ലാ പൊടികളും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. മുളക് പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, ഗരം മസാല. അതേപോലെ തന്നെ നമ്മളിതിൽ വ്യത്യസ്തമായിട്ട് നമ്മളിതിൽ ചേർക്കുന്നത് ആംചൂർ പൗഡർ. ആംചൂർ പൗഡർ എല്ലാവർക്കും അറിയാം, ഡ്രൈ മാംഗോ പൗഡറിനാണ് ആംചൂർ പൗഡർ പറയുന്നത്. നമുക്ക് വേണമെങ്കിലും വീട്ടിൽ തയ്യാറാക്കാം, അല്ലെങ്കിൽ എല്ലാ മാർക്കറ്റുകളിലും നമുക്ക് വാങ്ങാൻ കിട്ടും. അതേപോലെ തന്നെ നമ്മളിവിടെ ചാട്ട് മസാലയും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വറ്റൽമുളക് ചതച്ചത്, കുറച്ച് കസൂരി മേത്തി, ഇത്രയും സാധനങ്ങളാണ് നമ്മളിവിടെ നമ്മുടെ ഈ പറഞ്ഞ 2 ഡിഷസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കോവയ്ക്ക ആലു സബ്ജിയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിൽ നമ്മൾ ജീരകം, ചെറിയ ജീരകമില്ലേ, സാധാരണ ഉപയോഗിക്കുന്ന ജീരകം, അപ്പോൾ നന്നായി ചൂടായി വരുമ്പോൾ ആദ്യം നമ്മൾ 1 ടീസ്പൂൺ ജീരകം ഇടും. അതേപോലെ തന്നെ കടുക് നമ്മൾ 1 ടീസ്പൂൺ ഇടും. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇവിടെ നമ്മൾ ചെറുതായിട്ട് കൊത്തി എറിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയുണ്ട്, അത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. അപ്പോൾ എണ്ണയൊന്ന് നന്നായി ചൂടായി വരട്ടെ. അപ്പോൾ എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ, അപ്പോൾ ഈ ഒരു ജീരകത്തിൻ്റെ ആ ഒരു ഫ്ലേവർ നല്ലൊരു ഫ്ലേവറാണ്. അപ്പം ജീരകം ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണം നിർബന്ധമില്ല, പക്ഷേ ഞാൻ ഈ പറയുന്ന രീതിയിൽ ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ജീരകം തീർച്ചയായിട്ടും ചേർക്കണം. അപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ ജീരകമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നന്നായി മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കടുകും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ജീരകം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നമുക്ക് 1 ടീസ്പൂൺ കടുകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകും അതേപോലെ തന്നെ ജീരകവും ഒക്കെ നല്ലതുപോലെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് പൊടിയായി കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഗാർലിക്കാണ്. അപ്പോൾ നമുക്ക് അത് 1 ടീസ്പൂൺ നിറച്ചെടുക്കാം. അപ്പോൾ അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന്
വാടി വരണം. ഭയങ്കര ബ്രൗൺ കളറൊന്നും ആവേണ്ട, ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. ആ ഒരു പച്ച മണം മാറണം. ആ വെളുത്തുള്ളിയുടെ ഒരു പച്ച മണം മാറി വരുമ്പോഴത്തേക്ക് നമ്മളിതിൽ ഒരു ചെറിയൊരു പൊട്ടറ്റയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ നീളത്തിൽ നമ്മളിങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു പൊട്ടറ്റോയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ വെളുത്തുള്ളി ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് പൊട്ടറ്റോയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊട്ടറ്റോ ഒന്ന് ചെറിയൊരു ബ്രൗൺ കളറായി വരണം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. നമ്മൾ അത്യാവശ്യം കനം കുറച്ചാണ് ഇത് അരിഞ്ഞിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പം നല്ല തീയിൽ തന്നെ വേണം വെക്കാനായിട്ട്, എങ്കിലേ ഇത് നല്ലതുപോലെ ഒന്ന് വാടി കിട്ടത്തുള്ളൂ. അപ്പം നമുക്കൊരു കുറച്ച് സമയം, ഒരു 2-3 മിനിറ്റ് സമയം ഒന്ന് ഇതിനെ ഒന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം. അപ്പോൾ നമ്മളത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായി നമുക്ക് നോക്കാം. ആ പൊട്ടറ്റോ ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 വറ്റൽമുളക് ഇതേപോലെ ഒന്ന് കീറിയിട്ട് കൊടുക്കാം. അതുപോലെ ഒരു സവാള സ്ലൈസ് ചെയ്ത് വെച്ചിരുന്നു. നമുക്ക് ഒരുപാട് കനം കുറച്ച് അരിയണമെന്നില്ല, ഭയങ്കര തിന്നായിട്ട് വേണമെന്നില്ല. അപ്പോൾ ഏകദേശം ഈ ഒരു വലിപ്പത്തിൽ, ഇത്ര കട്ടിയായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് അരിഞ്ഞെടുത്ത സവാള, ചെറിയൊരു സവാള മതിയാകും. അപ്പോൾ ആ സവാളയും കൂടെ ചേർത്ത് ഇതും ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ആ വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടാണല്ലോ ഇത് വഴറ്റി. ഇപ്പോൾ തന്നെ ആ ഒരു നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഈ സവാളയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ലതുപോലെ ഒന്ന് വാടണം. നമുക്ക് വീണ്ടും ഇതേപോലെ ഒരു 2-3 മിനിറ്റ് സമയം ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ നമ്മൾ മൂടി വെച്ച് വേവിക്കുമ്പോൾ എപ്പോഴും തീ കുറച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. അല്ലെങ്കിൽ ആ വെളുത്തുള്ളിയൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ബ്രൗൺ കളറായ ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കുഴപ്പമില്ല. നമ്മൾ മൂടി വെച്ച് വേവിക്കുമ്പോൾ തീ എപ്പോഴും ഒന്ന് കുറച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് ഒന്ന് ചെറിയ തീയിൽ ഒരു 2-3 മിനിറ്റ് സമയം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ സവോളയും ചേർത്തൊന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. സവോളയും ഏകദേശം ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ കോവയ്ക്ക ഇതുപോലെ നെടുകെ കീറിയിട്ട് ഒന്നും കൂടെ ഒന്ന് കീറിയിട്ടുണ്ട്. അപ്പം നീളത്തിൽ തന്നെ സ്ലൈസ് ചെയ്തെടുത്ത കോവയ്ക്കയുടെ എണ്ണം കൂട്ടുന്നതിനനുസരിച്ച് സവോളയുടെ എണ്ണം അതേപോലെ തന്നെ പൊട്ടറ്റോയുടെ എണ്ണമൊക്കെ നമ്മൾ കൂട്ടിയെടുക്കണം. അപ്പോൾ വീണ്ടും ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് സമയം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഇതിലിപ്പോൾ നല്ല ഡ്രൈ ആണ്. നമ്മൾ എണ്ണ ആദ്യം ഒഴിക്കുന്നുള്ളൂ, വേറെ നമ്മൾ വീണ്ടും എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ ഇതൊന്ന് അടുക്കി പിടിക്കും എന്നൊക്കെ അങ്ങ് തോന്നുവാണെങ്കിൽ നമുക്ക് ഒരു 1-2 സ്പൂണ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ച കുറച്ച് എണ്ണ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൽ ഒരു അല്പം വെള്ളം, ഒരുപാടൊന്നുമില്ല, 1 സ്പൂൺ ആ ഒരളവിൽ ഇത് വീണ്ടും ഇതേപോലെ ഇനി നമുക്കൊരു 5-6 മിനിറ്റ് വേണ്ടി വരും. കാരണം നമ്മൾ കോവയ്ക്കയും ചേർത്തിട്ടുണ്ട്, അതും കൂടെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. സാധാരണ നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കുന്നെങ്കിൽ നല്ല ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് നമ്മൾ ആ വഴറ്റി ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പം നമ്മൾ ഒരു മാക്സിമം സമയം അതൊന്ന് വേവാനായിട്ട് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നമുക്കിതൊന്ന് വേകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അത് നമ്മൾ കോവയ്ക്കൊക്കെ ചേർത്ത് ഒന്ന് നന്നായി വാടി വരാൻ വേണ്ടി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം എന്തായെന്നുള്ളത്. നമ്മൾ അല്പം വെള്ളമൊക്കെ ചേർത്ത് വെച്ച് നല്ല ഒരു ആ ഒരു വെള്ളമൊക്കെ വറ്റി പൊട്ടറ്റോ ഒക്കെ നല്ല ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. നല്ല നമ്മൾ ഒരു മൊരിഞ്ഞ് വരിക എന്നൊക്കെ പറയില്ലേ, ആ ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പം കോവയ്ക്കയും ഏകദേശം നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. അപ്പം നമ്മളിതിൽ പൊടികളൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിൽ ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ആദ്യം ചേർത്ത ജീരകവും അതേപോലെ കടുകും വറ്റൽമുളകും വെളുത്തുള്ളിയും സവാളയൊക്കെ ഉള്ളൂ. ഇനിയാണ് നമ്മളിതിൽ പൊടികൾ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ആ ഒരു അളവിൽ
മഞ്ഞൾപ്പൊടി, മുളക് പൊടി നമുക്ക് 1 ടീസ്പൂൺ. നമ്മളിതിൽ വേറെ എരിവൊന്നും ചേർത്തിട്ടില്ല, വറ്റൽമുളക് മാത്രമേ ഉള്ളൂ, പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടാം. അപ്പം ഞാനിവിടെ ആ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, അതേപോലെ തന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ. ഇനി നമ്മളിതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് ആംചൂർ പൗഡറാണ്. ഡ്രൈ മാംഗോ പൗഡർ മാർക്കറ്റിൽ എല്ലായിടത്തും വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് നമുക്കൊരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ, ഒരു ചെറിയൊരു പുളി, ആ ഒരു ഫ്ലേവറൊക്കെ ഇതിന് കിട്ടും. അപ്പോൾ ഇത്രയും പൊടികളാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. മുളക് പൊടി ചേർത്തു, മഞ്ഞൾപ്പൊടി ചേർത്തു, മല്ലിപ്പൊടി ചേർത്തു, ആംചൂർ പൗഡർ ചേർത്തു. ഇനി നമുക്ക് ലാസ്റ്റ് വേണം അല്പം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തപ്പോൾ നല്ല ഒരു ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ ആ പൊടികളൊക്കെ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, 1 സ്പൂൺ. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ എണ്ണ, ലാസ്റ്റ് 1/2 സ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക. അല്പം മതി. നേരത്തെ നമ്മൾ ഒരു 2 സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലകൾ എല്ലാം ചേർത്തു. ഇനി നമുക്ക് ലാസ്റ്റ് ചേർക്കാനുള്ളത് ഇതിൽ ഗരം മസാലയാണ് ചേർക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഗരം മസാലയും കൂടെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നും കൂടെ നമുക്ക് മൂടി വെച്ച് ഒരു 1-2 മിനിറ്റ് സമയം കൂടെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ കോവയ്ക്ക ആലു സബ്ജി റെഡിയായി കഴിയും. അപ്പോൾ ഇത് ഇതേപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള ഒരു ഡിഷാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ചോറിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്കിതിങ്ങനെ കഴിക്കാം. അപ്പോൾ കുറച്ച് ഗ്രേവിയൊക്കെ വേണമെന്നുള്ളവർക്ക് ഇതിൽ അല്പം വെള്ളം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്രേവി ആയിട്ടും കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു 1-2 മിനിറ്റ് സമയം കൂടെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഗരം മസാലയൊക്കെ ചേർത്തിട്ടൊന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ആ സബ്ജി റെഡി ആയിട്ടുണ്ടോ നമുക്ക് നോക്കാം എന്തായെന്നുള്ളത്. അപ്പോൾ നല്ല ആ ഒരു ഗരം മസാലയുടെയൊക്കെ ആ ഒരു നല്ല മണം കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനെ തീ ഓഫ് ചെയ്യാം. നല്ല ആ ഒരു കറക്റ്റ് പരുവത്തിന് വന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു കോവയ്ക്ക കൊണ്ടുള്ള ഒരു സബ്ജിയാണെന്ന് ഞാൻ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ചപ്പാത്തിയുടെ കൂടെയാണ് ഇത് സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കുറച്ച് ഗ്രേവി ആയിട്ട് നമുക്കിതിനെ ചെയ്തെടുക്കാം. കാരണം നമ്മളിതിൽ പൊടികളൊക്കെ ചേർക്കുന്നുള്ളതുകൊണ്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു കുറുകിയ ഗ്രേവി ആയിട്ട് വേണമെങ്കിലും കിട്ടും. അപ്പോൾ ഇത് നമ്മളിതൊരു ഡ്രൈ ആയിട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സബ്ജി നമ്മൾ ഡ്രൈ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ കോവയ്ക്ക ആലു സബ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ മറ്റൊരു ഡിഷാണ് ആലു ജീര ഫ്രൈ മസാല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. നമുക്ക് എന്താ പറയുക, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും, അത് ഇന്നതൊന്നും ഇല്ല, നമുക്കത് വെറുതെ സ്റ്റാർട്ടറായിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. കുറച്ച് എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ അതെന്തായാലും അതെല്ലാവരും ട്രൈ ചെയ്യണം. അപ്പം ഞാനത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് പരിചയപ്പെടുത്താം. ഇപ്പോൾ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആദ്യം തന്നെ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ നമുക്കിതിൽ ഒഴിച്ച് കൊടുക്കണം. കാരണം നമുക്ക് പൊട്ടറ്റോ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യുന്നത് പോലെ. കാരണം ഡീപ് ഫ്രൈ അല്ല ഇവിടെ ചെയ്യുന്നത്, വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടുകയും വേണം. നമുക്കൊരു 3-4 സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കാം.
അപ്പോൾ എണ്ണ നന്നായി ഒന്ന് ചൂടായി വരണം. ചൂടായി വരുമ്പോൾ ജീരകം, നമ്മുടെ ആ റെസിപ്പിയുടെ പേര് തന്നെ ആലു ജീര എന്നാണ്. അപ്പോൾ അതിൽ ആ ഒരു ജീരകത്തിൻ്റെ ഒരു ഫ്ലേവറൊക്കെ കൂടുതലായിട്ട് മുന്നിട്ട് നിൽക്കുന്ന ഒരു ഡിഷ് കൂടിയാണ്. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിൽ ജീരകം ഇട്ട് കൊടുക്കണം. അപ്പോൾ ജീരകം പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് വെളുത്തുള്ളി നന്നായി ചോപ്പ് ചെയ്ത വെളുത്തുള്ളിയും കൂടെ നമുക്ക് ചേർക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. അപ്പോൾ ജീരകം നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തീ കുറച്ചിട്ട് വെളുത്തുള്ളി നമുക്ക് 1-2 ടീസ്പൂണാണ്, 2 ടീസ്പൂൺ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ വെളുത്തുള്ളിയുടെ ആ ഒരു പച്ച മണം ഒന്ന് മാറുമ്പം നമ്മളിവിടെ സവോള, ഇടത്തരം വലിപ്പത്തിലുള്ള ഒരു സവോളയും നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ സവോളയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ തീ വളരെ കുറച്ചാണ് വെച്ചിരിക്കുന്നത്, നമുക്ക് വേണമെങ്കിൽ തീ ഒന്ന് അല്പം കൂട്ടി കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവോള, ഒരു സവോള ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ ഒരു സവോള. സവോള നല്ല ഒരു ബ്രൗൺ കളറാവണം. ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ വേഗം സവോള വാടിക്കിട്ടും. അപ്പോൾ 2-3 മിനിറ്റ് സമയം കഴിയുമ്പോഴത്തേക്ക് ആ സവോളയൊന്ന് ചെറുതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറി വരും. അപ്പോൾ സവോള ഒന്ന് ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് പൊട്ടറ്റോ നമ്മൾ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പൊട്ടറ്റോ നമ്മൾ ചെറുതായിട്ട് നല്ല ഒന്ന് കളറൊക്കെ മാറി ഒന്ന് ഒരു ബ്രൗൺ കളറായിട്ട് കിട്ടണം. അതിന് കുറച്ച് സമയം എടുക്കും, എന്തായാലും ഒരു 6-7 മിനിറ്റ് സമയം എടുക്കും. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് വേണം വേവിക്കുക, എങ്കിലേ അതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്കൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം വീണ്ടും ഇതുപോലെ 2-3 പ്രാവശ്യം ഒന്ന് മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ പൊട്ടറ്റോ ചേർത്ത് ഒന്ന് മൂടി വെച്ച് വേവിക്കാനായിട്ട് വെച്ചിരുന്നു. അപ്പം നമുക്ക് നോക്കാം, ഒന്ന് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം എന്തായെന്നുള്ളത്. അപ്പം നല്ലതുപോലെ നല്ലൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ സവാളയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സവാളയും അതേപോലെ തന്നെ ആ പൊട്ടറ്റോയും ഒക്കെ നല്ലതുപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിതിൽ പൊടികളൊന്നും ചേർത്ത് കൊടുത്തില്ലെന്ന് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ നമ്മളിതിൽ ആംചൂർ പൗഡർ ചേർക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രൈ മാംഗോ പൗഡർ ഒരു 1/4 ടീസ്പൂൺ, മുളക് പൊടി, നമ്മൾ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ മുളക് പൊടി ആ എരിവിനനുസരിച്ച് 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, അതേപോലെ നമ്മളിവിടെ ചേർക്കുന്നത് കസൂരി മേത്തി ചേർക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ, ഉലുവയുടെ ഇല, ഉണങ്ങിയ ഉലുവയുടെ ഇലയാണ് കസൂരി മേത്തി എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റിൽ എല്ലായിടും വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് നമ്മളിത് പൊടിച്ചെടുത്തതാണ്. ഒന്ന് ചൂടാക്കി പൊടിച്ച കസൂരി മേത്തി. ഒരുപാടൊന്നും വേണ്ട, കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരു കയ്പ്പ് വരും. ഇത് നമ്മൾ എക്സ്ട്രാ ചേർക്കുന്നത്, നമ്മൾ നേരത്തെ കോവയ്ക്കയുടെ സബ്ജി ഉണ്ടാക്കി അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്യുന്നത് നമ്മൾ ആംചൂർ പൗഡർ അതിലും ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നമ്മുടെ ഉലുവയിലയുടെ പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ചാട്ട് മസാല, കസൂരി മേത്തി പൊടിയും ചേർക്കുന്നുണ്ട്. ചാട്ട് മസാലയും ഒരു 1/4 ടീസ്പൂൺ. പിന്നെ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ചേർത്തിരുന്നു. അതേപോലെ തന്നെ വറ്റൽ മുളക് പൊടിച്ചത് അല്ലെങ്കിൽ ചതച്ചെടുത്ത വറ്റൽ മുളക് നമുക്ക് 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല അത്യാവശ്യം നല്ല ഒരു എരിവൊക്കെ ഉണ്ടാവും. ലാസ്റ്റ് ഒരു മണത്തിന് വേണ്ടിയിട്ട് ഒരു
1 ടീസ്പൂൺ ഗരം മസാല. കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കും. അപ്പോൾ ഇത്രയും പൊടികളാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. അപ്പോൾ എക്സ്ട്രാ നമ്മൾ നേരത്തെ തന്നെ ചേർത്തത് കസൂരി മേത്തിയും ചേർത്തിട്ടുണ്ടായിരുന്നു, ചാട്ട് മസാലയും അതുപോലെ ചില്ലി ഫ്ലേക്സുമാണ് നമ്മൾ നേരത്തെ കോവയ്ക്ക സബ്ജി ഉണ്ടാക്കിയതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിൽ ചേർത്തിട്ടുണ്ട്. ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം സെയിം തന്നെയാണ്. നമുക്ക് ലാസ്റ്റ് അല്പം മല്ലി ഇലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1 സ്പൂണ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ ഒരു ആംചൂർ പൗഡറിൻ്റെ ആ ഒരു മണവും അതേപോലെ തന്നെ ചാട്ട് മസാല നമ്മൾ ചേർത്തു, അതിൻ്റെയൊക്കെ ആ ഒരു മണവും നല്ല ഒരു ഫ്ലേവറായിരിക്കും ഇപ്പോൾ കിട്ടുന്നത്. ഇനി നമുക്ക് 2 മിനിറ്റ് സമയം മൂടി വെച്ചിട്ട് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ മല്ലിയിലയൊക്കെ ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഇതെല്ലാം റെഡി ആയിട്ടുണ്ടാവും. നമുക്ക് തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല ആ ഒരു ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജീര ആലു ഫ്രൈ മസാല റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഒരു ആംചൂർ പൗഡറും അതേപോലെ തന്നെ നമ്മൾ ചാട്ട് മസാലയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവറും കൂടെ ആകുമ്പോൾ നമ്മൾ സാധാരണ കഴിക്കുന്നതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഇന്ന് ചെയ്ത ആലു ജീര ഫ്രൈ മസാലയ്ക്ക് കിട്ടുന്നത്. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായി 2 ഡിഷസാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. ആദ്യം നമ്മളിവിടെ ഉണ്ടാക്കിയത് കോവയ്ക്ക ആലു സബ്ജിയാണ് നമ്മൾ ചെയ്തത്. അതേപോലെ തന്നെ നമ്മൾ രണ്ടാമതായിട്ട് ചെയ്തത് ആലു ജീര ഫ്രൈ മസാല. അപ്പോൾ ഇതെന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും നിങ്ങൾ ചെയ്ത് നോക്കണം. കാരണം കോവയ്ക്കയുടെ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിത്യം അത് ഉപയോഗിക്കും. നമ്മുടെ നിത്യജീവിതത്തിൽ കോവയ്ക്ക ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഒരുപാട് ഗുണങ്ങളുണ്ട് കോവയ്ക്കയിൽ. ബീറ്റാ കരോട്ടിൻ്റെ അളവൊക്കെ കൂടുതലാണ്. അതുപോലെ രോഗപ്രതിരോധ ശേഷിക്കൊക്കെ വളരെ നല്ലതാണ്. നമ്മൾ കുട്ടികൾക്കൊക്കെ നിത്യവും കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ കോവയ്ക്കയുടെ ഗുണങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായും നമ്മൾ കോവയ്ക്ക കിട്ടുവാണെങ്കിൽ അത് അവഗണിക്കരുത്. തീർച്ചയായും ഇതുപോലെ വ്യത്യസ്തമായ ഡിഷസൊക്കെ നമ്മൾ പരീക്ഷിച്ച് നോക്കണം. അതുപോലെ പൊട്ടറ്റോ കൊണ്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കിയ 2 വിഭവങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതേപോലെ വ്യത്യസ്തമായ രുചിക്കൂട്ടുമായി രുചിയിലൂടെ നമുക്ക് വീണ്ടും കാണാം.